വാദ്യകലാകാരന് മാരാർ മംഗലം. കാസർഗോഡ് നീലേശ്വരത്താണ് മാരാർ മംഗലം നടന്നത്. വാദ്യകലാകാരനായ നന്ദകുമാറാണ് ഭാര്യയെ ആചാരമനുസരിച്ച് വീണ്ടും താലികെട്ടിയത്. വാദ്യകലാകാരൻ പടിഞ്ഞാറ്റൻകൊടുവിലെ കക്കോട്ടിവളപ്പിൽ പുളിയാമ്പള്ളി നന്ദകുമാർ മാരാർക്കാണ് മാരാർ മംഗലം നടന്നത്. പടിഞ്ഞാറ്റൻകൊടുവിലെ കൊട്ടം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ വാദ്യക്കാരനാണ് ഇദ്ദേഹം. ക്ഷേത്ര നവീകരണ ബ്രഹ്മകലശത്തോടനുബന്ധിച്ചാണ് നന്ദകുമാറിനെ പട്ടും വളയും നൽകി ആദരിച്ചത്. ഈ ആചാരം ലഭിക്കുന്ന കലാകാരന്മാർക്കുള്ള തറവാട്ടംഗങ്ങളുടെ ആചാര ചടങ്ങാണ് മാരാർ മംഗലം. പട്ടും വളയും കൊടുത്ത് ആദരിക്കൽ നീലേശ്വരം രാജവംശത്തിൻ്റെ കീഴിൽ നീലേശ്വരം വലിയ രാജാവാണ് സ്ഥാനം നന്ദകുമാർ മാരാർക്ക് കൊടുത്തു. ഭാര്യ ധന്യയുടെ കഴുത്തിൽ ഒരിക്കൽ കൂടി താലി ചാർത്തുന്നതാണ് ഈ അപൂർവ ആചാരം. തുടർന്ന് ധന്യ മാരാസ്യർ പൂജാമുറിയിൽ നിന്ന് മംഗലത്തിന് തയ്യാറാക്കിയ ഉണ്ണിയപ്പം പുറത്തേക്ക് എറിയുന്നു. വാദ്യക്കാരനായ ഗോവിന്ദ മാരാരുടെയും പുളിയാമ്പള്ളി നാരായണി മാരാർസിയരുടെയും മകനാണ് നന്ദകുമാർ. പിതാവിന്റെ വിയോഗത്തോടെ ക്ഷേത്രത്തിലെ വാദ്യകാരനായി ഇദ്ദേഹം സ്ഥാനമേൽക്കുകയായിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. റിപ്പോർട്ടർ, കാസർഗോഡ്.